ഹലോ എവ്രിവൺ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കുവൈറ്റിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെക്കുറിച്ചും അവിടുത്തെ ജോലി സാധ്യതയെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഒന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ കുവൈറ്റിൽ ധാരാളം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പോൾ MOH ഹോസ്പിറ്റൽ ഉള്ളതുപോലെ തന്നെ അത്രയും നമ്പർ ഇല്ലെങ്കിൽ പോലും കുവൈറ്റിൽ നല്ല ആഡംബര രീതിയിലുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളായിട്ടുള്ള നേഴ്സസ് ഉണ്ട്. അപ്പോൾ ഒരു കാലത്ത് നാട്ടിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രൈവറ്റ് ഏജൻസീസ് ആയിരുന്നു. അതായത് ഇവിടെ ഹോസ്പിറ്റലിൽ ഉള്ള വേക്കൻസി അനുസരിച്ച് ഇവർ പ്രൈവറ്റ് ഏജൻസീസിന് അവർ കോൺട്രാക്റ്റ് കൊടുക്കുകയും ഇപ്പോൾ അണ്ടർ MOH സ്റ്റാഫ്മാർ വരുന്നത് പോലെ തന്നെ പ്രൈവറ്റ് ഏജൻസീസ് നാട്ടിൽ നിന്നും ഇൻ്റർവ്യൂ നടത്തി അവർക്ക് ആവശ്യമുള്ള സർവീസ് ചാർജ് അവർക്ക് തോന്നിയ വിധത്തിൽ ഈടാക്കിയതിന് ശേഷം അവർ കുവൈറ്റിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ആളുകളെ കൊണ്ടുവന്നിരുന്നു. ഒരു കാലത്ത് പ്രോമെട്രിക് എക്സാമോ ഒന്നുമില്ലാതെ തന്നെ ഒരു ലൈസൻസ് ടെസ്റ്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് കുവൈറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുവൈറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലല്ലാതെ മറ്റു പല മേഖലകളിലും നേഴ്സസ് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ റിഗിലാണെങ്കിലും അതുപോലെ തന്നെ പ്രൊജക്റ്റ് വിസയിൽ വന്ന് ഓരോ പ്രൊജക്റ്റിലേക്കും പല കമ്പനിയിലൊക്കെ നേഴ്സസിൻ്റെ പൊസിഷൻസ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് നേഴ്സസിനെ എല്ലാ രീതിയിലും നാട്ടിൽ നിന്നും ആളുകൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ സർവീസ് ചാർജ് ഈടാക്കിക്കൊണ്ടാണ് ഓരോ കമ്പനികളും ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് പല ഓഫറുകളും കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കാറുണ്ട്. ചില ആളുകൾക്ക് സർവീസ് ചാർജ് കുറവായിരിക്കും, ചില ആളുകളുടെ സാലറി കൂടുതലായിരിക്കും, കുറവായിരിക്കും. എന്തായാലും ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ആർക്കും ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളോ ധാരണകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാൻഡിഡേറ്റിന് ഓക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ചിലവാകുന്ന ഒരു തുക അവർ കൊടുത്തതിന് ശേഷം കുവൈറ്റിലേക്ക് വരാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് അവർക്ക് അവർ പറഞ്ഞിരിക്കുന്ന സാലറി മിക്കവാറും കിട്ടാറുണ്ടായിരുന്നു. എന്നാൽ ചില ഏജൻസികളെങ്കിലും നേഴ്സസിനോട് നീതി പുലർത്താത്ത ഏജൻസികളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് നാട്ടിൽ നിന്നും നേഴ്സസിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഏജൻസികൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റ് ജോലിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും നേഴ്സസിനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിന് സംഭവിച്ച എന്താണ് കാരണം എന്ന് വെച്ചാൽ MOHൻ്റെ ഒരു ഓപ്പണിംഗ് വളരെ വലുതായിട്ട് നേഴ്സസിനെ ആ രീതിയിൽ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 ലക്ഷമോ 5 ലക്ഷമോ കൊടുത്ത് നമ്മൾ പ്രൈവറ്റിലേക്ക് വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഫ്രീ ആയിട്ട് MOH റിക്രൂട്ട്മെൻറ്റ് ഉള്ളപ്പോൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. അതിലുപരിയായിട്ട് ഇവിടെ നടന്ന ചില സാഹചര്യങ്ങൾ, കുവൈറ്റിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസിൻ്റെ നമ്പർ കുറയുവാനുള്ള ചില സാഹചര്യങ്ങൾ കുവൈറ്റിലുണ്ടായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നേഴ്സസിൻ്റെ തന്നെ ജോലി ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ പേഷ്യൻ്റ് നമ്പർ കുറഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റാഫ്മാരുടെ എണ്ണം വളരെ കുറച്ച് മാത്രം മതി എന്നുള്ളതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർക്ക് അവരുടെ നേഴ്സസിൻ്റെയും അങ്ങനെ പല സ്റ്റാഫിൻ്റെയും നമ്പർ കുറയ്ക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അവർക്ക് നമ്മൾ കൊടുത്ത സർവീസ് ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അവർ അതിനെക്കുറിച്ച് ബോധേഡുമല്ല. നമ്മൾ എത്ര പൈസ കൊടുത്തിട്ടാണ് വന്നതെന്നൊന്നും അവർ ആലോചിക്കാറില്ല. അവർക്ക് സ്റ്റാഫിന് ആവശ്യമില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. എന്തായാലും കുറേ നേഴ്സസിന് കുവൈറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് കുറേ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. നാട്ടിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് നടത്തി പ്രോസസ്സിംഗ് ഒക്കെ ഏകദേശമൊക്കെ ആയിരുന്ന ആളുകൾക്കാണ് പിന്നെ ഒരു ബുദ്ധിമുട്ട് വന്നത്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ കുറേ ഹോസ്പിറ്റലുകളിലെ വേക്കൻസീസ് എല്ലാം നഷ്ടപ്പെടുകയും കുറഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ചില നല്ല കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു. അതെന്താണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മിക്കവാറും ആളുകൾ ഇപ്പോൾ സ്റ്റാഫ് നേഴ്സസിൻ്റെ കുറ്റം കൊണ്ടല്ലാത്തത് കൊണ്ട് തന്നെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അവർ നിർബന്ധിതരാവുകയും അവർ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ലോക്കലി അവർ അപ്ലൈ ചെയ്ത് കയറുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ചില നന്മകളൊക്കെ ചിലർക്കെങ്കിലും കിട്ടി. പക്ഷേ കുറേ പേർക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് കുവൈറ്റിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു സിറ്റുവേഷൻ മാറുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്ക് പറയാൻ പറ്റുകയില്ല. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ വീണ്ടും വേക്കൻസീസ് വന്നേക്കാം.
പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പഴയ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കുള്ള വേക്കൻസീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഏജൻസീസ് പറയുകയാണ് ഇന്ന ഹോസ്പിറ്റലിലൊക്കെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം വരിക. കംപ്ലീറ്റ്ലായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പ്രോമെട്രിക് എക്സാം മസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഏജൻസീസ് ത്രൂ വരിക. അതുപോലെ തന്നെ MOH ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യുക. സമയമെടുത്താലും MOHൽ നമ്മൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കുവൈറ്റിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്കെല്ലാം കുറച്ച് പേർക്കെങ്കിലും അറിഞ്ഞു എന്നറിയാം. എങ്കിലും ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.